കഴിഞ്ഞ ദിവസമാണ് 2020 പാർട്ടി NDAയുമായി കൈകോർത്തത്. അപ്പോൾ ഇതിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരം ചെറിയ ചെറിയ പാർട്ടികളുണ്ടല്ലോ, ഈ BJPയുമായി നേരിട്ട് ബന്ധപ്പെടാൻ താല്പര്യമില്ലാത്ത പൊതുജനത്തിനിടയിലേക്ക് ഇത്തരം ചെറിയ ചെറിയ പാർട്ടികൾ മൈന്യൂട്ടായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നു. അവരൊരു വലിയൊരു ഇമ്പാക്റ്റ് ജനത്തിനിടയിൽ സൃഷ്ടിക്കുന്നു. എന്നിട്ട് ഇവർ നേരെ BJPയിലേക്ക് പോകുന്നു. അതുവഴി ഒരു വലിയൊരു വോട്ട് ബാങ്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നറേറ്റീവ് എത്രത്തോളം സത്യമായിരിക്കും? 7 തവണ പൂഞ്ഞാറിൽ നിന്ന് MLA ആയിരുന്നൊരു PC ജോർജിനെ ഓർമ്മയുണ്ടോ? അതിൽ 7ാമത്തെ തവണ PC ജോർജ് MLA ആയത് സ്വതന്ത്രനായി മത്സരിച്ചിട്ടാണ്. പിന്നീട് പുള്ളി എന്തുണ്ടാക്കി? സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി, ജനപക്ഷം പാർട്ടി. അവസാനം മത്സരിച്ചു, തോറ്റു. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? BJPയിലേക്ക് പോയി. BJPയിലേക്ക് ഈ പാർട്ടിയെ ലയിപ്പിക്കുകയല്ല ചെയ്തത്, ഇദ്ദേഹവും മകനും അണികളും കൂടി അങ്ങ് BJPയിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണ ലോക്സഭയിൽ പോലും എന്ത് ചെയ്തില്ല? സീറ്റ് കൊടുത്തില്ല. PC ജോർജോ ഷോൺ ജോർജോ മത്സരിക്കുമെന്ന് വിചാരിച്ചു, സീറ്റ് കൊടുത്തില്ല. ഇനി ഇങ്ങ് കിഴക്കമ്പലത്തേക്ക് വന്നാൽ ഈ 2020 പാർട്ടി എന്തിനാ ഉണ്ടായേ? എനി ഐഡിയ? 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്തിനു വേണ്ടി ഉണ്ടായി? അതൊരു അരാഷ്ട്രീയ പ്രസ്ഥാനമാണ്, രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നും. അതായത് ഇവിടുത്തെ ഇടതും പോരാ, വലതും പോരാ, BJPയും പോരാ, ആരും പോരാ, അതുകൊണ്ട് 4ാമതൊരു സഖ്യം വേണം അവർക്ക് ആണ് ആ ഒരു നരേറ്റീവ് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയത്. ഇവർ തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു? ഈ കിറ്റക്സ് കമ്പനിയുടെ അവരുടെ മറ്റു കമ്പനികളുടെയൊക്കെ CSR ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറെ വീടൊക്കെ പണിതു, ഒരു വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഇതിന്റെ PR ചെയ്ത് ഇതിനെ വലിയ സംഭവമാക്കി മാറ്റി. പിന്നീട് ഇടതുപക്ഷവുമായിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇടതുപക്ഷത്തിന് ഒരു MLA ഉണ്ടാക്കി കൊടുത്തോണ്ട്. അതാണ് സംഭവിച്ചത്. അതായത് എറണാകുളം ജില്ലയിൽ ഇടതുപക്ഷത്തിന് വലിയ കടന്നു കയറാൻ സാധിക്കാത്തൊരു മേഖലയിൽ കോൺഗ്രസിന്റെ ആരെ തോപ്പിച്ച് ഇടതുപക്ഷത്തിന് ഒരു MLA ഉണ്ടാക്കി. ഈ ഇടതുപക്ഷത്തിന്റെ MLA പിന്നീട് ഇവരുടെ ശത്രുവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒക്കെയാണ് ചെയ്തത്. 2-3 പഞ്ചായത്തുകൾ ഇവർ പിടിച്ചു, അവിടെ ഭരിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് സാബു ജേക്കബിന് ഇടതുപക്ഷവുമായിട്ട് തെറ്റിയിട്ട് ഇവിടുന്ന് എല്ലാം കൂടെ വലിച്ചു കെട്ടി ആന്ധ്രാപ്രദേശിലോ അരുണാചൽ പ്രദേശിലോ കാശ്മീരിലോ ജമ്മുവിലോ എവിടെയൊക്കെയോ പോയിട്ട് എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം എവിടെയാണെന്നുള്ളത്, ഞാൻ പറയാണ്. പിന്നീട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ഒരുമിച്ച് നിന്ന് ഈ അരാഷ്ട്രീയവാദികളെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ സാബു ജേക്കബ് പറഞ്ഞ എന്താണ്? വേദികളിലൊക്കെ പോയി പ്രസംഗിച്ചെന്താണ്? ഞാൻ BJPയുടെ ഏജന്റ് ആണെന്ന് ഇവിടെ പലരും പറയുന്നുണ്ട്, തെളിവുകളുണ്ടോ? ഉണ്ടല്ലോ, ഇന്നലെ തെളിവുണ്ടല്ലോ. 2020 NDA പോയില്ലേ? ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ടൊരു ജനകീയ മുന്നേറ്റം ഉണ്ടാക്കി നേതാവാക്കി മാറ്റിയ സാബു ജേക്കബ് അദ്ദേഹത്തെ വിശ്വസിച്ച അടികളായ മുഴുവൻ ആളുകളെയും വഞ്ചിച്ചിരിക്കുകയാണ്. ഇനി 2020 നിന്ന് ജയിച്ച പഴയ കോൺഗ്രസ്സുകാരനും പഴയ CPMകാരനും പഴയ BJPക്കാരനും ഒരു പാർട്ടിയിൽ ഇല്ലാത്തിരുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവരെല്ലാം ഈ സാബു ജേക്കബ് പറയുമ്പോൾ അങ്ങ് BJPയുടെ കൂടെ പോവെന്ന് തോന്നുന്നുണ്ടോ? ഒരു പരിധി വരെ ഒന്നും പോവില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ BJPക്ക് NDAക്ക് പറയാൻ ആരുമില്ല, JSSനെ കൊണ്ടുവരുന്നുണ്ടെന്ന്. അതുമല്ല, ഇപ്പൊ സാബു ജേക്കബ് പറഞ്ഞൊരു കാര്യമുണ്ട്, NDA ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ മത്സരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിർണായകമാകുമെന്ന് എനിക്ക് തോന്നുന്നു പൊതുജനത്തിനിടയിൽ. അല്ല, 2020 NDAയുമായി കൈകൊടുത്താൽ പിന്നെ എങ്ങനെയാണ് 2020 ആയിട്ട് മത്സരിക്കാൻ പറ്റുക? NDA സഖ്യത്തിലല്ലേ മത്സരിക്കാൻ പറ്റുക? ഇതൊക്കെ നമ്പറുകളല്ലേ, ആളുകളുടെ കണ്ണിൽ പൊടി ഇടാനുള്ള നമ്പറുകൾ. ചീപ്പ് ഷോ, പട്ടി ഷോ. അത് ഈ മുതലാളിക്ക് വലിയ ആളാവണം. മുതലാളിയുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിൽക്കുന്നിടത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. കിറ്റക്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പല ആരോപണങ്ങൾ, മാലിന്യ പ്രശ്നങ്ങൾ, ഇതൊന്നും ഇടതുപക്ഷവും വലതുപക്ഷവും BJPയും ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. കിറ്റക്സ് കമ്പനി നിൽക്കുന്ന ആ വാർഡ് മാത്രം അവർക്ക് കിട്ടത്തില്ലല്ലോ. 2020 തുടങ്ങിയപ്പോൾ ആവേശമായപ്പോൾ കിറ്റക്സ് കമ്പനി നിന്ന് ആ വാർഡിൽ ജോലി ജയിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ കോൺഗ്രസ്സുകാരെ ജയിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാ? നേരിട്ട് ബാധിക്കുന്നവരെയാണ്. അവിടെ ഒരു അടിപിടി നടന്ന പോലീസ് വണ്ടി കത്തിച്ച ഓർമ്മയുണ്ടല്ലോ. പോലീസിന് അതായിരുന്നു ഗതിയെങ്കിൽ അവിടുത്തെ നാട്ടുകാരുടെ ഗതിയോ? ആ വാർത്ത റിപ്പോർട്ട് പോയമ്മ ഞങ്ങളെ അവർ നേരിട്ട് തന്നു. ഈ സംഭവം നടന്നതിൻ്റെ 2ാമത്തെ 3ാമത്തെ ദിവസം ഇതിന്റെ വിഷ്വൽസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ അതിന്റെ മുന്നിൽ നിന്നൊരു ബൈറ്റ് എടുത്തപ്പോൾ ഗുണ്ടകളെ പോലെ കരുതുന്ന സെക്യൂരിറ്റിമാരാണെന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ നേരിട്ടത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കൊറിയർ വന്നു, ഞാനന്ന് വർക്ക് ചെയ്യുന്ന ചാനൽ ഓഫീസിലേക്ക്. 4 മാങ്ങയും ഒരു കേക്കും. ന്യൂ ഇയർ എന്തോ ആയിരുന്നു. മാങ്ങ അവരുടെ ചിഹ്നോ, 4 മാങ്ങയും ഒരു കേക്ക്. ഞാൻ പിള്ളേരോട് കഴിക്കരുത്, വിഷം കയറ്റി വിട്ടായിരിക്കും ചിലപ്പോൾ. നമ്മളവർക്കെതിരെയാണ് വീഡിയോ ചെയ്തത് ഈ സംഭവം, ഈ ഗുണ്ടായിസം പറഞ്ഞിട്ട്. ഇതാണ് 2020യുടെ ഇവിടുത്തെ അവസ്ഥ. ഇവർ NDAയിൽ പോയിട്ട് BJPയുമായി കൈ കൊടുത്തിട്ട് എന്തുണ്ടാക്കാനാ? ഒന്നും ഉണ്ടാക്കാനില്ല. സാബു ജേക്കബിന്റെ ക്രെഡിബിലിറ്റി ഒക്കെ പണ്ടേ നശിച്ചു. 2020 തകർന്ന തരിപ്പടമായി. ഇനി എന്താ സംഭവം?
ഇനി ഇവരുടെ സംഭവം എന്താണ്? ഇവർക്ക് ബിസിനസ് വളർത്തണ്ടേ? കേരളത്തിൽ എന്തായാലും പറ്റില്ല, ഇടതും ഭരിച്ചാലും വലതും ഭരിച്ചാലും പറ്റില്ല എന്നറിയാം. എന്തായാലും കോൺഗ്രസ് ഭരിക്കാൻ പോകും. ഇനി BJP ഭരിക്കുന്ന BJPക്ക് തീവ്രതയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന്റെ കൂട്ടുപിടിച്ച് അവരുടെ ബിസിനസ് വളർത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അല്ലാതെ സാധാരണക്കാരനെ സേവിക്കാനുള്ള ഒന്നും അല്ലെന്നേ. ഈ സൂപ്പർ മാർക്കറ്റിന്റെ അവസ്ഥ എന്തോ? നിങ്ങൾ കുറെ ചാനലുകാരെയൊക്കെ വെച്ചിട്ട് PR ചെയ്താണല്ലോ, കാർഡ് കൊടുക്കുന്നു, ജനങ്ങളെ അടിമകളാക്കി വെക്കുക. അതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അടിമകളല്ലാതെ തിരിച്ചു പറയുന്നവരെ ഉപദ്രവിക്കുക. എത്രയോ പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ കൊണ്ടുപോയിട്ട് പുള്ളി പറയുന്നത് എന്താണ്? ഈ ഓണറേറിയം കൂടെ പുള്ളി ശമ്പളം കൊടുക്കും, ശമ്പളക്കാരാണ്, പുള്ളി തീരുമാനിക്കും, ഇവരനുസരിക്കണം. അത് പഴയ രാജ ഭരണകാലം തിരിച്ചു കൊണ്ടുവന്നാണ്. അതിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം ഇപ്പം NDAയിലാണെന്ന് പറഞ്ഞു നിന്നാൽ ഇന്ത്യയുടെ സഖ്യകക്ഷിയാണ്. 2020 പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവണം. ഇപ്രാവശ്യം ഉണ്ടോയെന്ന് അറിയില്ല, നോക്കണം. അവർ നിയമസഭയിൽ മത്സരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. NDAയിൽ ഇപ്പോൾ ഉള്ള BDJSനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള പാർട്ടിയാണ് 2020. തുഷാർ വെള്ളാപ്പള്ളിയാണ് അനുഭവിക്കാൻ പോകുന്നത്. BDJSന് എന്ത് റോളാ? എവിടെയെങ്കിലും ജയിക്കാൻ സാധിക്കുന്നുണ്ടോ? കുടത്തേക്കാൾ വലുത് മാങ്ങയാവും. കുടത്തിൽ വിരിഞ്ഞ താമര അല്ല ഇനി, മാങ്ങാത്തോട്ടത്തിൽ വിരിഞ്ഞ താമരയായി മാറുന്ന സാഹചര്യമുണ്ട്. BDJSന് വെല്ലുവിളിയാണ്. വേറെ കാര്യമൊന്നുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രണ്ട് പാത്രമാവും. സാബു ജേക്കബിനൊന്നും സഹിക്കാൻ BJPക്കാരെ കൊണ്ടൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. NDAക്കാരത് സഹിക്കുകയില്ല. അതെ, ഈ 2020 പാർട്ടി വളർന്നു വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ്, ഇവർ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇതിലെന്തോ അപാകതകളുണ്ടെന്ന് ഉന്നയിച്ചിരുന്നു. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു. അങ്ങനെയൊന്നും അല്ല, ക്ഷേമ പ്രവർത്തനം മാത്രം എന്ന് പറഞ്ഞായിരുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയനെ തെറിയും വിളിച്ച്, പിണറായി വിജയന്റെ സർക്കാരിനെയും തെറിയും വിളിച്ച്, ഇനി ഈ കാലമാടം മറന്ന് ഇറങ്ങി പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കിറ്റ് കൊടുത്തത്. ആ കിറ്റ് മേടിച്ചിട്ട് വോട്ട് കൊടുത്ത ജനങ്ങളാണ്. മലയാളിയെ പറ്റിക്ക് എളുപ്പം മതി, സൗജന്യം കൊടുത്താൽ മതി. സീരിയസ്ലി. ഇപ്പോൾ മോദി ചെയ്യുന്നത് എന്തോ? പണ്ട് മുതലുണ്ടായിരുന്ന പദ്ധതികളിൽ പേര് മാറ്റി പുള്ളിയുടെ ഫോട്ടോയും വെച്ചിട്ട് കുറച്ചുകൂടെ പൈസ കുറച്ചും കൊടുക്കും. ചെറിയ ചെറിയ ഭേദഗതികൾ, എന്നിട്ട് പുള്ളിയുടെ പേരിൽ അധികം ബ്രാൻഡ് ചെയ്യും, റീബ്രാൻഡ് ചെയ്തങ്ങ് ഇറക്കും. അതോടുകൂടി മോദിയുടെ പൈസ, മോദിയുടെ മെഡിക്കൽ ഷോപ്പ്, മോദിയുടെ ലോൺ, മോദിയുടെ അക്കൗണ്ട്, ട്രെയിനുകൾ പോലും, മോദിയുടെ ട്രെയിൻ, എല്ലാം മോദി. അപ്പോൾ ഇതൊക്കെ നടക്കും. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടവും നടക്കും എന്നുള്ളതാണ്.